ഇന്നത്തെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നമ്മൾ നല്ല ബോധവാന്മാരാകേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പാർട്ടിയാണ്. കൂടുതൽ ആളുകളൊന്നുമില്ല, പക്ഷേ കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. ആളുകളെ വശീകരിക്കാനും ആളുകളെ കൂടെ നിർത്താനും അതിനുള്ള ഏത് തന്ത്രങ്ങളും ഏത് കുതന്ത്രങ്ങളും ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പമില്ലാന്ന് തോന്നും. ജമാഅത്തെ ഇസ്ലാമി നല്ല ആളുകളാണ്, എല്ലാറ്റിലും സഹകരിക്കും, എല്ലാവരോടും ലോകം പറയും, എല്ലാവരുടെ കൂടെ നിസ്കരിക്കും, എല്ലാവരോടും നോമ്പെടുക്കും, മുജാഹിദിനെ ഭ്രഷ്ടൊന്നും കൽപ്പിക്കില്ല. മഹാന മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു സുന്നി യുവജന സംഘത്തിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം വഫാത്തായ സമയത്ത് പ്രിയങ്കരനായ ജസീൽ കമാലി കടന്നു വരുന്നുണ്ട്. അദ്ദേഹം വഫാത്തായ സമയത്ത് അദ്ദേഹത്തിൻ്റെ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിൻ്റെ അന്നത്തെ കേരള അമീർ സജീവമായി രംഗത്ത് വന്നു. അന്നാകട്ടെ ഇ കെ ഹസൻ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ സുന്നി ആദർശത്തിൻ്റെ തീവ്രവാദിയാണ്. മുജാഹിദ് ജമാഅത്തുമായി സന്ധിയില്ലാ സമരം നടത്തിയ പ്രമുഖനായ നായകനായിരുന്നു. ഒരു വിട്ടുവീഴ്ച അവരുടെ കാര്യത്തിൽ ചെയ്തിട്ടില്ല. ആ ഹസൻ മുസ്ലിയാരെ കുറിച്ച് മുശ്രിക്ക് എന്നാണ് ഇവർ പറയുന്നത്. നേരത്തെ മുജാഹിദിന്റെ നേതാവ് ഉമർ മൗലവി എന്ത് ചെയ്തു? ഹസൻ മുസ്ലിയാർ മഹാനായ രോഗശൈലിയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് കത്തയച്ചു, അസ്ലിം തസ്ലം, വാട്സപ്പ് മെസ്സേജ് കൊടുക്കാവുന്ന വഴിയില്ലല്ലോ, നിങ്ങൾ മുസ്ലിം ആകണം, ഇന്നപ്പം നിങ്ങൾക്ക് രക്ഷപ്പെടും, നിങ്ങളെ പിൻഗാമികൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് കത്തയച്ച ആളാ ഇപ്പൊ മുശ്രിക്കായി മരിക്കാൻ പോവാണ്, വേഗം മുസ്ലിം ആയിക്കോ പറഞ്ഞത്. ഏതാ കേസി ഈ അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിന്റെ അമീർ എന്താണ് ചെയ്തത്? അമീർ ചെയ്ത് മയ്യിത്ത് നിസ്കാരത്തിന് മുന്നിൽ പോയിരുന്നു, അല്ലാഹു മഗ്ഫിർ ലഹു വറഹംഹു, ഹസൻ മുസ്ലിയാർക്ക് പുറത്തു കൊടുക്കണേ, സത്യത്തിൽ മുശ്രിക്കുകൾ കൊണ്ട് പൊറുക്കലും തേടാൻ പാടില്ല. ഞാൻ ഓർക്കുകയാണെന്ന് പ്രബോധത്തിൽ ഞാൻ വായിച്ചു, ഒരു ചോദ്യം വന്നു. മുശ്രിക്കുകളാണെന്ന് നമ്മൾ പറയുന്ന, ഷിർക്ക് പ്രചരിപ്പിക്കുന്നു നമ്മൾ പറയുന്ന ഒരു വിഭാഗത്തിന്റെ ലീഡർഷിപ്പിലുള്ള ഇ കെ ഹസൻ മുസ്ലിയാർ മരിച്ചപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ അമീർ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു, അദ്ദേഹത്തിന് വേണ്ടി ദോഷം പുറത്തു കൊടുക്കാൻ പ്രാർത്ഥിച്ചു എന്ന്? അതിന് മറുപടി ഇസ്ലാം പറയുന്നത് ഉദ്ഉ ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന എന്നാണ് ഖുർആൻ പറയുന്നത്. ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കേണ്ടത് തന്ത്രപരമായിട്ടാണ്. ഇത് വലിയൊരു ജനാവലി അംഗീകരിക്കുന്ന നേതാവാണ് ഇ കെ ഹസൻ മുസ്ലിയാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ ആളുകളെ നമുക്ക് വശീകരിക്കാൻ സാധിക്കും. ഞാൻ ആ പദപ്രയോഗം അതുപോലെ വിചാരിക്കുന്നത്, ആശയം എന്ന് പറയുന്നത് ജനങ്ങളെ കൂടെ നിർത്താൻ സാധിക്കും. അതുകൊണ്ടാണ് അമീർ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തത്. നോക്ക് നിങ്ങൾ, അവരുടെ ശൈലിയത പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പം കാണൂല, പക്ഷെ മഹാ അപകടകാരികളാണ്. ഞാൻ വ്യക്തിപരമായി അവർ അപകടകാരികൾ, അവരുടെ ആശയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്തെന്ന് വെച്ചാൽ, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്നൊക്കെ പറയുന്ന പോലെ പഴയകാലത്തെ ബിദഈ പ്രസ്ഥാനങ്ങളുടെ ലീഡർഷിപ്പുള്ള ആളല്ല. ഈ പറയുന്ന അബുൽ ആല മൗദൂദി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം മരിച്ച് നമ്മളൊക്കെ ഒപ്പം ജീവിച്ചുകൊണ്ട് മരിച്ചതാ. ഞാൻ ദർസിൽ പഠിക്കുന്ന കാലത്ത് SSLC ഒക്കെ പാസ്സായ ശേഷം ദർസിൽ 2 കൊല്ലം പഠിച്ച് ഒരു ദിവസം പത്രം വായിക്കുമ്പോൾ അബുൽ ആല മൗദൂദി അന്തരിച്ചു എന്ന വാർത്ത വായിക്കുന്നത്. 1979 അദ്ദേഹം മരിച്ചത് എന്ന് പറഞ്ഞാൽ പറയാം, പഴയ കാലത്തെ മശായിഖുമാരിൽപ്പെട്ട ആൾക്കാരെന്ന് വഴിതെറ്റിപ്പോയ ആളൊന്നുമല്ല. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇദ്ദേഹത്തിന് അപകടകരമായ വലിയ ആശയങ്ങളുണ്ട്. വലിയ പാണ്ഡിത്യണ്ടായിട്ടില്ല, പാണ്ഡിത്യത്തിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിക്കാം. വലിയ അപകടകരമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് കേരളത്തിൽ എന്നല്ല ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിൽ ആരും പറയാത്ത, പൂർവികരൊന്നും പറയാത്ത ഒരു പുതിയ ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മാത്രമല്ല, ലോകത്ത് ഇന്നും നിലവിലുള്ള ഇഖ്വാനുൽ മുസ്ലിം ഉണ്ട്, മുസ്ലിം ബ്രദർഹുഡ്, അവർക്കും രാഷ്ട്രീയമാണ് ലക്ഷ്യം. പൂർവ്വകാലത്ത് ഖവാരിജ് പ്രസ്ഥാനമുണ്ട്, അവർക്കും രാഷ്ട്രീയം ലക്ഷ്യമാക്കി ഒരുപാട് സംഘടനകൾ ചരിത്രത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്തു പറഞ്ഞാൽ, സൈദ്ധാന്തികമായി ഇസ്ലാമിൽ 4 സാങ്കേതിക പദങ്ങളുണ്ട്. ഒന്ന് ഇലാഹ്, മറ്റൊന്ന് റബ്ബ്, ഇബാദത്ത്, ദീൻ. ഈ 4 വാക്കുകൾ, ഇതാണ് ഇസ്ലാമിലെ മൂലമായി അടിസ്ഥാനമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ പഠിച്ചാൽ ദീനൊക്കെ കിട്ടി. ഈ 4 കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ ദീനും കിട്ടൂല, ഇസ്ലാമും കിട്ടൂല, തൗഹീദും കിട്ടൂല, ശിർക്കും മനസ്സിലാകൂല. അങ്ങനെ തന്നെ ആൾ എഴുതി. ഞാൻ ആ വാചകം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം എഴുതിയത് ഈ പ്രമുഖ പണ്ഡിതനായ യൂസുഫ് ബിൻ നൂരി അറബിയിലേക്ക് വിവർത്തനം ചെയ്ത് എഴുതിയത് അർബഉ മുസ്തലഹാത്തിൻ അസാസിയ ലിൽ ഖുർആൻ, 4 ഖുർആനിലെ അടിസ്ഥാനപരമായ വാക്കുകൾ. മൻ അറഫഹ അറഫൽ ഖുർആൻ, അത് 4 മനസ്സിലാക്കിയാൽ ഖുർആൻ മനസ്സിലായി. വമല്ലം യാരിഫ് ഹലം യാരിഫിൽ ഖുർആൻ, അതില്ലെങ്കിൽ ഖുർആൻ അറിയില്ല. വലം യാരിഫ് തൗഹീദ, തൗഹീദ് അറിയില്ല. വലം യാരിഫ് ഷിർക്ക, ഷിർക്ക് അറിയില്ല. വലം യാരിഫ് അന്നൽ ഇബാദുല്ലാഹി വഹദ, അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് ചെയ്യണമെന്ന് അറിയില്ല.
നേരത്തെ ഫമൻ ഹഫിയത്ത് അലൈഹി മുസ്തലഹാത്ത്, ഈ 4 സാങ്കേതിക വാക്കുകൾ ഒരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഹഫി അലൈഹി ഫഹ്മുൽ ഖുർആൻ, ഖുർആൻ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല. വൈൻകാന മുഅ്മിനാണെങ്കിലും റഗ്മി മിൻ കൗനിഹി മുഅ്മിനൻ, അവൻ മുഅ്മിനാണെങ്കിൽ കൂടി യകൂൻ നാഖിസൽ അഖീദ, അവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് ഭംഗം വരും. വൽ അമലിനും ഭംഗം വരുമെന്ന് അദ്ദേഹം തൻ്റെ ഖുർആൻ കി ചാർ ബുനിയാദി ഇസ്തിലാഹീൻ എന്ന പുസ്തകത്തിൻ്റെ പേജ് നമ്പർ 13 എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആരും പറയാത്തൊരു പുതിയ വിഷയമാണിത്. ഇസ്ലാമിൽ നമ്മൾ എത്രയോ കാലം നമ്മൾ ആളുകൾക്ക് പഠിച്ചിട്ടുണ്ട്, ലോകത്തെ മുസ്ലിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. 14 നൂറ്റാണ്ടായി. ഈ 13 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം പുതിയ ആശയം കൊണ്ടുവന്നത്. ഈ 4 വാക്കുകൾ പഠിക്കണം, അപ്പോഴാണ് ഖുർആനും ഇസ്ലാമും പഠിക്കുക. കാരണം അതിനൊക്കെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നത് ഈ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് എന്ന് കാര്യങ്ങൾ വിശദമായി പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, സത്യത്തിൽ ഈ കാര്യം ആർക്കും മനസ്സിലായിട്ടില്ല. അദ്ദേഹം മാത്രമാണ് ഈ കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കിയ ആള്. ഇത് ഒരു കൂട്ടർക്കും നമ്മുടെ അടുത്ത കാലഘട്ടങ്ങളും ജീവിച്ച ആർക്കും ഈ കാര്യം പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതിന് അദ്ദേഹം കാരണമൊക്കെ പറയുന്നുണ്ട്. കാരണത്തിലേക്ക് പോകുമ്പോൾ സമയം വൈകും. അദ്ദേഹം പറഞ്ഞു, ഈ 2 കാരണങ്ങളാൽ പിൽക്കാലത്ത് നിന്ന ഭാഷാകൃതികളും വ്യാഖ്യാനകൃതങ്ങളും തഫ്സീർ, ഖുർആൻ തഫ്സീറുകളും മിക്ക ഖുർആനിക പദങ്ങളും അവയുടെ മൗലികമായ ഭാഷാർത്ഥങ്ങൾക്ക് പകരം അന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരുന്ന അർത്ഥങ്ങളിൽ വിശദീകരിച്ചു തുടങ്ങി. അത്രമാത്രം പഴയ കാലത്ത് മനസ്സിലാക്കി ഇങ്ങനെ പോരുന്ന പാരമ്പര്യമായി പോരാന്നല്ലാതെ ഖുർആൻ മുഫസ്സിറുകൾക്ക് പോലും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആശയം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ നിലവിലുള്ള അവസ്ഥ എന്താണ് അദ്ദേഹം പറയുന്നത്? അൽ വാഖി, യഥാർത്ഥം അന്നഹുൽ ഖഫാഇ ഹാദിഹിൽ മആനി, ഈ അർത്ഥം മുസ്ലിങ്ങൾക്ക് മൊത്തം മനസ്സിലാക്കാതിരുന്നപ്പോൾ ഖഫി അലന്നാസി സലാത്തു അർബഅദ്ദീൻ, ദീന്റെ 4/3 ഭാഗം മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ബൽ ഖഫിയത്ത് അലൈഹിം റൂഹുൽ, എന്നല്ല ഇസ്ലാമിന്റെ ജീവൻ അവർക്ക് നഷ്ടപ്പെട്ടു. വമിൻ അജ്ലി ദാലിക, അക്കാരണത്താൽ നറ, നമുക്ക് കാണാൻ സാധിക്കും, ഫി അഖായിദിഹിം വഅമാലിഹിം നഖ്സൻ, അവരുടെ വിശ്വാസവും അഖീദയും അവരുടെ അമലും ഒക്കെ പഴച്ചു പോയിട്ടുണ്ട്. അതിൽ ന്യൂനത വന്നിട്ടുണ്ട്, കുറവ് വന്നിട്ടുണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ പുതിയ കാഴ്ചപ്പാടാണ്. ലോകത്ത് അടിസ്ഥാനപരമായി ഇസ്ലാമിൽ 4 പദങ്ങളെ പഠിക്കേണ്ടത്. ഒന്ന് ദീൻ, പിന്നെ ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീന്. ഇതാർക്കും കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഖുർആൻ മുഫസ്സിറുകൾക്ക് പോലോ ഭാഷാ പണ്ഡിതന്മാർക്ക് ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് ലോക മുസ്ലിം ജനസമൂഹത്തിന് ദീനിൻ്റെ 4/3 ഭാഗം നഷ്ടപ്പെട്ടു. നമ്മളൊക്കെ ദീനിൻ്റെ 4/3 ഭാഗം നഷ്ടപ്പെട്ട ആളുകളാണ്. ഈ തരത്തിൽ പുതിയ തിയറി കൊണ്ടുവന്നിട്ട്, പുതിയ സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊറ്റ ഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് പറയാം. 4-1 ഇബാദത്ത്. ഇബാദത്ത് എന്നാൽ ലോക ചരിത്രത്തിൽ ഒരാളും പറയാത്ത പുതിയൊരു വിശദീകരണം അദ്ദേഹം കൊടുത്തു. ഇബാദത്ത് എന്നാൽ എല്ലാ പൂർവ്വകാല മുഫസ്സിറും രേഖപ്പെടുത്തി വെച്ച അർത്ഥമുണ്ട്. അഖ്സാ ഖായത്തിൽ ഹുദൂ വത്തദല്ലുൽ, ഞാനത് വിശദീകരിക്കുന്നില്ല. ഇദ്ദേഹം കൊടുത്ത വിശദീകരണം, ഇബാദത്ത് എന്നാൽ ആരാധന, അനുസരണം, അടിമവേല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരാളും അനുസരിക്കപ്പെടാൻ പാടില്ല. അള്ളാഹുവിൻ്റെതല്ലാത്ത ഭരണകൂടത്തെ അനുസരിക്കപ്പെടാൻ പാടില്ല. അതേ അവിടേക്കാണ് കൊണ്ടുവരുന്നത്, ഭരണകൂടത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിൻ്റെതല്ലാത്ത ഭരണകൂടത്തെ അനുസരിക്കപ്പെടാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ എതിര് ചെയ്താലും മുശ്രിക്കാവും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തൊരു ഭരണകൂടത്തെ അനുസരിക്കപ്പെടാൻ പാടില്ല. അനുസരിച്ചാൽ ആൾ മുശ്രിക്കാവും. വളരെ അപകടകരമായ ആശയം, ലോക ചരിത്രത്തിൽ ആരും കൊണ്ടുവരാത്തൊരാശയം. നമ്മൾ ഈ കാണുന്ന പോലല്ല ജമാഅത്തെ ഇസ്ലാമിന്റെ ആശയം. എന്നിട്ട് അവർ പറഞ്ഞു പഠിപ്പിച്ച ആശയങ്ങൾ പുതിയ ജനറേഷന് അറിയില്ല. എന്തൊക്കെ ഗുരുതരമായ ആശയങ്ങളാണ് പഠിപ്പിച്ചത്. കാരണം ഈ ഗവൺമെന്റിന് അനുസരിച്ചാൽ ഷിർക്കാവൂല എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം വെക്കാനാണ് ഈ ഇലാഹ്, ഈ ഇബാദത്ത്, ഈ ദീന്, ഈ റബ്ബിന് പുതിയ അർത്ഥമാണ് ഉണ്ടാക്കി തീർത്തത്. ഞാൻ പറയട്ടെ, ഇബാദത്തിന് ആരാധന, അനുസരണം, അടിമവേല, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ അനുസരിക്കപ്പെടാൻ അർഹനില്ല എന്ന് ലോക ചരിത്രത്തിൽ അബുൽ ആല മൗദൂദി എന്ന 979 മരിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന് മുമ്പ് ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞതായി ഏതെങ്കിലും ഒരു തെളിവിന്റെ ശകലമുണ്ടെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കുമോ? കൊണ്ടുവരാൻ കഴിയില്ല. പുതിയ ഗവേഷണം, പുതിയ ചിന്താഗതി. എന്നിട്ട് ഈ സിദ്ധാന്തം പുതിയ അർത്ഥം പഠിപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ അനുസരിക്കപ്പെടാൻ അർഹനില്ല, അല്ലാഹു അല്ലാത്ത ഗവൺമെന്റ് അനുസരിക്കപ്പെടാനും പാടില്ല. അപ്പൊ ഇന്ത്യ ഗവൺമെന്റോ? ഇന്ത്യ ഗവൺമെന്റ് അനുസരിക്കാൻ പാടില്ല. ഇന്ത്യ ഗവൺമെന്റ് അനുസരിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണെങ്കിലും മുശ്രിക്കാവും. അപ്പൊ അദ്ദേഹം സ്ഥാപിച്ചു, അവർ എഴുതി വെച്ചു, ജമാഅത്ത് ഇസ്ലാം പഠിപ്പിച്ചു, ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കൽ ശിർക്കാണ്, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ ശിർക്കാണ്, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യൽ ശിർക്കാണ്, സർക്കാർ ജോലി സ്വീകരിക്കൽ ശിർക്കാണ്, എയ്ഡഡ് അൺഎയ്ഡഡ് മേഖല വിദ്യാഭ്യാസം നടത്തൽ ശിർക്കാണ്, സർക്കാർ സ്ഥാപനങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പറഞ്ഞേക്കൽ ശിർക്കാണ്, ഇന്ത്യയിലെ കോടതികളെ സമീപിക്കൽ ശിർക്കാണ്. ഇതൊക്കെ ജമാഅത്ത് ഇസ്ലാമി പഠിപ്പിച്ചതാണ്. അബുൽ ആല മൗദൂദി ആശയം അവരുടെ വാരികകളിലൂടെ, അവരുടെ പുസ്തകങ്ങളിലൂടെ നിരന്തരം നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്.
ഓ അബ്ദുള്ള ജമാഅത്തെ ഇസ്ലാമിൽ പിൻവാങ്ങിയ ശേഷം അദ്ദേഹം എഴുതിയിരുന്നു, ഞങ്ങൾക്കൊക്കെ ഗവൺമെന്റ് ജോലി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചത് ഇന്ത്യൻ തപാൽ കാർഡിലൂടെയാണ്. കാരണം ഗവൺമെന്റിനോട് സഹകരിക്കാൻ പാടുന്നത് ഷിർക്കാണ്. ഈ തപാൽ കാർഡും ഗവൺമെന്റ് അല്ലേ, ഇന്ത്യ ഗവൺമെന്റ് അല്ലേ? അപ്പൊ അതിൽ കത്തയച്ചുകൊണ്ട് നിങ്ങൾ രാജിവെക്കുന്ന ഒരു ഷിർക്ക് ചെയ്തുകൊണ്ടാണ് കത്തയക്കുന്നത്, ഷിർക്ക് ഇന്ന് പിൻവാങ്ങാൻ. ഇത്തരം അപകടകരമായ ആശയങ്ങൾ വെച്ചു പുലർത്തിയത് ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഷിർക്കൊക്കെ പിൻവലിച്ചു. ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ പറഞ്ഞ മൗദൂഇ പറഞ്ഞ് അവർ പഠിപ്പിച്ച അർത്ഥം പൂർണ്ണമായും പിൻവലിച്ചേ തീരൂ എന്ന് മനസ്സിലാക്കി ഈ കഴിഞ്ഞ വർഷം ഭരണഘടന സമ്പൂർണ്ണമായി ഭേദഗതി ചെയ്തു. അതിനുമുമ്പ് തന്നെ ആശയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അവരൊക്കെ തിരുത്തി പറഞ്ഞു. അവർ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കൽ തൗഹീദാണ്, ഷിർക്കല്ല. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ ഷിർക്കല്ല. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യൽ ഷിർക്കല്ല. ഇന്ത്യയിൽ ഗവൺമെന്റ് ജോലി സ്വീകരിക്കൽ ഷിർക്കല്ല. ഇന്ത്യയിൽ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടുപോകൽ ഷിർക്കല്ല. ഇന്ത്യയുടെ കോടതിയിൽ കേസ് കൊടുക്കൽ ഷിർക്കല്ല. ഇതൊക്കെ തിരുത്തി പറഞ്ഞു. യഥാർത്ഥത്തിൽ അവിടെ തന്നെ നമുക്ക് ഈ വൈരുദ്ധ്യം മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്നോളം ലോകത്ത് ചേഞ്ച് ആയിട്ടില്ല. അമ്പിയാക്കൾ അമലുകൾ മാറ്റം വന്നിട്ട് ശരീഅത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ നൂഹ് നബിന്റെ കാലത്തുള്ള ശരീഅത്തല്ല മൂസ നബിന്റെ കാലത്ത്. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള ശരീഅത്തല്ല നബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. ശരീഅത്തിൽ മാറ്റം ഉണ്ട്. ആശയത്തിൽ, ആദർശ വിശ്വാസത്തിൽ ചേഞ്ചില്ല, ഒരു മാറ്റമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏത് കാലത്ത് പഠിപ്പിച്ചു, അതിൽ അർത്ഥത്തിലൊരു മാറ്റമില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അർത്ഥം പഠിപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ അനുസരിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമാണെന്ന് അർത്ഥം മാറ്റം വരുത്താതെ തന്നെ ഇത് ഷിർക്കൊക്കെ ആണെന്ന് പഠിപ്പിച്ച് വീണ്ടും ഷിർക്കല്ലാതാക്കി മാറ്റിയെന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ കൗതുകം, ആ ഷിർക്ക് ചെയ്യാൻ വേണ്ടി, ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി, ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി സ്വന്തം വെൽഫെയർ പാർട്ടി എന്ന പാർട്ടി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിരോധാഭാസം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ സൂചിപ്പിച്ചത് ഈ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാൻ മഹാനായ മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഈ പാർട്ടി വന്ന ഉടനെ പ്രഖ്യാപിച്ചു, ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയല്ല, അത് രാഷ്ട്രീയത്തിന്റെ കുപ്പായമണിഞ്ഞ മതസംഘടനയാണെന്ന്. അവർക്ക് ദീർഘദർശനം നോക്കണം. ഇന്ന് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മതസംഘടന അവകാശപ്പെടാൻ പോലും കഴിയാത്ത വിധം ജമാഅത്തെ ഇസ്ലാമി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ തരത്തിൽ എല്ലാം ജമാഅത്തെ ഇസ്ലാമി മാറ്റി. ആശയം മാറ്റിയിട്ടില്ല, പ്രവൃത്തി പാത്തിൽ എല്ലാം മാറ്റി പിടിച്ചു നിൽക്കാൻ വേണ്ടി. ഇപ്പൊ സത്യം പറഞ്ഞാൽ എന്താ ജമാഅത്തെ ഇസ്ലാമി നമ്മൾ വ്യത്യാസം ചോദിച്ചാൽ, ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, പണ്ടൊരു കുട്ടി ചോദിച്ചാൽ മൽ ഫർഖു ബൈനൽ ഇൻസാനി വ ശൈത്താൻ എന്ന് പറഞ്ഞു കുട്ടി ഉസ്താദിനോട്. ഉസ്താദ്, ശൈത്താനും മനുഷ്യൻ തമ്മിൽ എന്താ വ്യത്യാസം ചോദിച്ചു. ഉസ്താദിന് പെട്ടെന്നൊരു ആൻസർ പറയാൻ കഴിഞ്ഞില്ല. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു, നേരെ ഓപ്പോസിറ്റ് രണ്ടും. എടാ, ശൈത്താന്റെ കാല് നേരെ കിഴക്കോട്ടായിരിക്കും, മനുഷ്യന്റെ കാല് നേരെ പടിഞ്ഞാട്ടായിരിക്കും എന്ന് പറഞ്ഞു. വേറെന്താ സാറേ വ്യത്യാസം ചോദിച്ചു. എടാ, ഇൻസാന്റെ മുഖം നേരെ പടിഞ്ഞാട്ടായിരിക്കും, ഷെയ്ത്താന്റെ മുഖം നേരെ കിഴക്കോട്ടായിരിക്കും. വേറെന്താ ഉസ്താദ് വ്യത്യാസം? ഇതൊക്കെ പടിഞ്ഞാട്ടും കിഴക്കോട്ടും. അപ്പൊ ഉസ്താദ് ചോദിക്കുന്നോട് കുട്ടി ചോദിച്ചു, എന്നാ ഉസ്താദെ ആ ഷെയ്ത്താനുകൾ തിരിഞ്ഞാ പോരെ, എന്നാ ഇൻസാനാവൂലേ എന്ന് ചോദിച്ചു. ഈ പറഞ്ഞ പോലെയാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ അവസ്ഥ. ഈ പറഞ്ഞ ഷിർക്കൊക്കെ മാറ്റി പറഞ്ഞു. കേവലം നിലനിൽപ്പിന് വേണ്ടി. യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിമിന് തൻ്റെ വിശ്വാസം എന്ത് പ്രതിസന്ധികൾ വന്നാലും വിശ്വാസത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ലല്ലോ, തൗഹീദിൽ മാറ്റം വരുത്താൻ കഴിയില്ലല്ലോ, തൗഹീദിന്റെ ആശയത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ലല്ലോ. അത് പ്രകടമായി മാറ്റം വരുത്തിയ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. എന്ന് മാത്രമല്ല, വളരെ അപകടകരമായ ഒരുപാട് ആശയങ്ങൾ അവർക്കുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അബുൽ അഅല മൗദൂദി എഴുതിയ പുസ്തകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഖുർആൻ കി ചാർ ബുനിയാദി ഇസ്തിലാഹൻ. ഈ പുസ്തകത്തിന്റെ മലയാള വിവർത്തനം ഇവരുടെ സാഹിത്യ വിഭാഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ മലയാള പുസ്തകത്തിൽ പോലും ഈ കാര്യം അങ്ങനെ തന്നെ പരിഭാഷ കൊടുത്തിട്ടുണ്ട്. അറബി പുസ്തകത്തിൽ കൊടുത്ത പരിഭാഷ ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം പറയുന്നത് അപകടകരമായ ആശയ. ഖുർആൻ സൂറത്തുൻ നസ്ർ എന്ന സൂറത്തുണ്ട്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഇതാ വിജയം വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ സഹായക്കെട്ട് മുസ്ലിങ്ങൾ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ, ആ ഖുർആന്റെ അവസാനം പറഞ്ഞ ഫസ്തഗ്ഫിറു നബിയെ, നിങ്ങൾ അള്ളാഹുവിന്റെ പൊറുക്കൽ തേടിക്കോളും, ഇന്നഹു കാന തവ്വാബ, അള്ളാഹു പുറത്തു തരും, അള്ളാഹു തൗബ സ്വീകരിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തിൽ നബി തങ്ങളോട് എന്ത് ചെയ്തു? ഇസ്ലാമിന്റെ അവസാനം ഖുർആനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ വിജയിച്ചു, രക്ഷപ്പെട്ടു, മുസ്ലിം സമൂഹം ഉയർച്ച നേടി, വലിയ ആധിപത്യം നേടി, ഇനി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തോന്നാണ് റസൂലുള്ളാഹിനോട് പറയുന്നത്. അപ്പൊ ഇതിന് അദ്ദേഹം പറയുന്നത്, ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല അമറഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, ഫീ സൂറത്തുൻ നസ്ർ, സൂറത്തുൻ നസ്റിലൂടെ ബി അൻ യസ്തഗ്ഫിറ റബ്ബഹു, തന്റെ റബ്ബിനോട് പൊറുക്കൽ തേടാൻ, മാ സുദറ മിൻഹു, തങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ കാര്യങ്ങൾ, ഫി അദാഇൽ ഫറാഇലി, നിർബന്ധമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് തങ്ങൾക്ക് വന്ന അബദ്ധങ്ങൾ, അബദ്ധം എന്ന് പറഞ്ഞാൽ മിൻ തഖ്സീറാത്ത്, വീഴ്ചകൾ, വ നഖായിസ്,
അപൂർണതകളും ന്യൂനതകളും. തങ്ങൾക്ക് തൻ്റെ ഫർള് നിർവഹിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തിന് പൊറുക്കലിനെ തേടാനാണ് ഖുർആനിൽ ആയത്തിൽ ഇങ്ങനെ ആവശ്യപ്പെട്ടത് എന്ന് അബുൽ അഅ്ല മൗദൂദി എഴുതി വച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിർബന്ധമായ കാര്യം നിർവഹിക്കുന്നതിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീഴ്ച വന്നു എന്ന് അദ്ദേഹം പറയുന്നത്. അതിന് കാരണം നബി തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞു. പറഞ്ഞ പൊറുക്കലിന് തേടാൻ പറയാന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ട് മാത്രമല്ല പൊറുക്കലിന് തേടുക. നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അല്ലാഹുവേ പുറത്ത് തരണേ അല്ലാഹ്, പുറത്ത് തരണേ അല്ലാഹ്. ദോഷം ചെയ്തിട്ടാ അതിന് വേറൊരു അർത്ഥമുണ്ട്. നമ്മൾ ടോയ്ലറ്റിൽ പോയി മൂത്രമൊഴിച്ച് പുറത്ത് വന്നു, ഗുഫ്രാനക് അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നി അൽഅദാബ വഅഫനി, ഗുഫ്രാനക് പുറത്ത് തരണേ അല്ലാഹ്. അവിടെ അർത്ഥം പറയേ, അവിടെ എന്താ അവിടെ വിളിച്ചത്? അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നി അൽഅദാബ വഅഫനി. ഈ മാലിന്യം എൻ്റെ വയറിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് എനിക്ക് വലിയ സുഖം തന്നല്ലോ പടച്ചോനെ, നന്ദി ചെയ്താൽ കഴിയില്ല, തീരൂല, അതുകൊണ്ടാണ് നന്ദി ചെയ്യാത്തതിന് പുറത്തു കൊണ്ടാണ്. അങ്ങനെ ഓരോന്നിനും ഒരു അർത്ഥമുണ്ട്. ഈ ദോഷം ചെയ്താൽ മാത്രമല്ല, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊറുക്കൽ തേടാൻ നബി തങ്ങൾ നബിയല്ല മാസൂം, ജീവിതത്തിൽ ഒരു തെറ്റും പോലും ചെയ്യാത്ത മനുഷ്യനാണ്. അമ്പിയാക്കൾ മുഴുവൻ ജീവിതത്തിൽ ഒരു തെറ്റും പോലും ചെയ്യാത്ത പരമപരിശുദ്ധനാണ്. അതുകൊണ്ടാണ് ഫബി ഹുദാഹു മുഖ്തദി, വിശുദ്ധ ഖുർആൻ പറഞ്ഞ അവരെ നമ്മൾ പിൻപറ്റാൻ യോഗ്യരാണ്. തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പിൻപറ്റാൻ പറ്റുമല്ലോ, കണ്ണെത്തിമ്പി പിൻപറ്റാൻ പറ്റുമല്ലോ. ആ യോഗ്യരായ ജീവിതത്തിൽ തെറ്റും ചെയ്യാത്ത ഹബീബായ അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉത്തരവാദിത്വ നിർവഹണത്തിൽ വീഴ്ച വരുത്തി എന്ന് എഴുതി വെച്ചാലാണ് അബുൽ അഅ്ല മൗദൂദി. ഇത് നബി തങ്ങളെ കുറിച്ച് മാത്രമല്ല, എല്ലാ നബിമാരെ കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അവര് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് എഴുതുന്നതാണ്. നോക്കണം, ഒക്കെ രാഷ്ട്രീയമാണ് പ്രധാനമായി സ്ഥാപിക്കുന്നത്. അതിനു വേണ്ടി വളച്ചൊടിച്ച് പറയാണ്, അതിക്രൂരനും അഹങ്കാരിയും നിർദ്ദയനും മർദ്ദകനുമായിരുന്ന ഫിറഔന്റെ പിടുത്തത്തിൽ നിന്ന് ഇസ്രായേൽ സന്തതികളെ മോചിപ്പിച്ച് മൂസ നബി അലൈഹി ഇസ്ലാമിന് ഏറെ ശ്രമകരമായ ജോലിക്കിടയിൽ അവരെ വേണ്ട വിധം സംസ്കരിക്കാൻ സാധിച്ചിരുന്നില്ല. നോക്കണം, നിങ്ങൾ ഗുരുതരമായ ആരോപണം മൂസ നബിക്ക് ഉന്നയിക്കുന്നത്. ഉലുൽ അസ്മാണ് മൂസ നബി. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെ 5 നബിമാർ ഈ 1,24,000 അമ്പിയാക്കൾ കൂട്ടത്തിൽ നമ്പർ 1 സെലക്ട് ചെയ്യപ്പെട്ട 5 ആളുകൾ ഉലുൽ അസ്മ, അപൂർവമായ മനോദാർഢ്യത്തിലുള്ള മനക്കരുത്തിന്റെ ഉടമകളായ മഹാപ്രവാചകന്മാരാണ്. ആ നബി തങ്ങളെ കുറിച്ചാണ് പറയുന്നത്, വേണ്ട വിധം മൂസ നബിക്ക് ജനങ്ങളെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഫിറഔന്റെ അക്രമത്തിൽ ജനങ്ങളെ മോചിപ്പിക്കുന്നതിന് മൂപ്പരെ ശ്രദ്ധ മുഴുവൻ. അതിനാൽ അവരിൽ ഏകദൈവ വിശ്വാസം ശരിയായ വിധം വേരുറച്ചില്ല. മൂസ നബിന്റെ ജനങ്ങൾക്ക് തൗഹീദ് ശരിക്കും പഠിപ്പിച്ചിട്ടില്ല. നോക്ക് നിങ്ങൾ, അപകടകരമായ ആശയം അദ്ദേഹം പറയുന്നത്. അവരുടെ രാഷ്ട്രീയ മോചനത്തിലായിരുന്നല്ലോ മൂസ നബി കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത്. പ്രവാചകന്മാരുടെ പ്രബോധനം, പേജ് നമ്പർ 129. നോക്ക് നിങ്ങൾ പറയുന്നത്, മൂസ നബി അലൈഹി ഇസ്ലാം അള്ളാന്റെ റസൂലിനെ കുറിച്ച് കുറ്റം പറഞ്ഞു. ഇനി മൂസ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് മൂസ നബി തങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ ഫിറഔന്റെ കരാള ഹസ്തങ്ങൾ ജനങ്ങളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ ആളുകളെ തസ്കിയത്ത് ചെയ്യാനോ തൗഹീദ് പഠിപ്പിക്കാനോ വേണ്ട പോലെ സാധിച്ചില്ല, നല്ല വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഒരു മൂസ നബിയെ കുറിച്ച് മാത്രമല്ല, മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അവർ ജമാഅത്തെ ഇസ്ലാം പറയുന്നത്, അദ്ദേഹത്തിലെ പ്രബോധന പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് കാണുന്നത് ആരാധനാ കാര്യങ്ങളല്ല. അദ്ദേഹം ആരാധനാപരമായി പരാമർശിച്ചതായി ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുമില്ല. ഇതേ പുസ്തകം പേജ് നമ്പർ 76. ഇബാദത്ത് അല്ലാഹ് റസൂൽ അതുപോലെ നോമ്പ് നിസ്കാരമൊന്നും മൂപ്പര് ശ്രദ്ധിച്ചിരുന്നില്ല. മൂപ്പരെ പ്രവർത്തനം രാഷ്ട്രീയ കേന്ദ്രീകൃതമായിരുന്നു. ഇതുപോലെ സകലമായ അമ്പിയാക്കളെ കുറിച്ചും ഏറ്റവും വലിയ കൗതുകരമായ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ പരിമിതിയാണ് മെയിൻ പ്രശ്നം. അബുൽ അഅ്ല നല്ല സാഹിത്യകാരൻ, നമ്പർ 1 സാഹിത്യം, ഉറുദുവിൽ നന്നായി ഒഴുക്കിൽ എഴുതാൻ കഴിയും. അതുകൊണ്ട് ഒരുപാട് ആൾക്ക് ഉപകാരം കിട്ടാമെന്ന് നിഷേധിക്കുന്നില്ല. ഇങ്ങനെ വായിച്ച ആളുകൾ, ഇസ്ലാമിൽ ആകൃഷ്ടരായ ആളുകളുടെ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയം അദ്ദേഹം നന്നായി അവതരിപ്പിക്കാൻ കഴിയും. പക്ഷെ വഴിതെറ്റിയ ആശയമാണെന്ന് മാത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി തന്നാൽ ഇതുപോലെ 5 പ്രഗത്ഭരായ പ്രവാചകന്മാരിലാണ് ഇബ്രാഹിം നബി ഇസ്ലാം. തീകൾ എടുത്തിട്ടപ്പോൾ തൗഹീദിൽ ഉറച്ച ആദർശത്തിൽ ഉറച്ചു നിന്നപ്പോൾ ഇതാ തീയിലേക്ക് ഇടുകയാണെന്ന അവസാന സെക്കൻഡാണ്. ആ വലിയ അഗ്നികുണ്ഡം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ജ്വലിച്ച് കത്തുന്ന തീയിലേക്ക് വിറക് നിറയെ കത്തുകയാണ്. ഇടാൻ പോകുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ചോദിച്ചിട്ട്, വല്ല അംഹൽ മിൻ ഹാജ, എന്തെങ്കിലും സഹായമാണോ? ജിബ്രീൽ മഹാ കഴിവാണ്, ഒരു സെക്കൻഡോട് വരെ തകർക്കാൻ സാധിക്കും. ജിബ്രീൽ അലൈഹി മഹാനായ മൂസ നബി അലൈഹി പറഞ്ഞത്, അമ്മ ഇലൈക ഫല, നിങ്ങളെ സഹായം എനിക്ക് ആവശ്യമില്ല. തവക്കുലിന്റെ പാരമ്യത അള്ളാഹു മതി എനിക്കുന്നുള്ള ആ ചിന്തയാണ്. നിങ്ങൾ സൃഷ്ടിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഫസൽ റബ്ബക, റബ്ബിനോട് ചോദിച്ചില്ല. മൂപ്പർക്ക് അറിയാം എന്നോട് ചോദിക്കുള്ള സഹായം. നിങ്ങൾ എന്നാൽ റബ്ബിനോട് ചോദിച്ചില്ല. ഈ ഘട്ടത്തിൽ നിന്ന് മരിക്കാൻ പോലെ കരിയാൻ പോകല്ലായിരുന്നു. അള്ളാഹിന്റെ മഹാനായ മൂസ നബി ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞത്, ഇൽമുഹു ബിഹാലി യഖ്ഫീനി മിൻ സുആലി, എൻ്റെ റബ്ബിനോട് ചോദിക്കുന്നതിന് പകരം എൻ്റെ അവസ്ഥ എൻ്റെ റബ്ബിന് അറിയാമല്ലോ, അത് മതി, എനിക്ക് റബ്ബിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അത്രമാത്രം ചോദിക്കാതെ പോലും എൻ്റെ കാര്യം ഏറ്റെടുക്കുന്ന വിശ്വാസത്തിലുള്ള ആ ഉയർന്ന പദവിയിലത്തെ പ്രഗത്ഭനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ തൗഹീദിന്റെ ഉറച്ച ശബ്ദം
ലോകത്ത് തൗഹീദ് പഠിപ്പിച്ച പ്രമുഖനായ ആ മഹാനായ പ്രവാചകൻ, ആ പ്രവാചകനെ കുറിച്ച് എന്താണ് ഇവർ പറയുന്നതെന്നോ? ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ എഴുതുന്നത്, അദ്ദേഹം കുറേ കാലം ഷിർക്കിൽ അകപ്പെട്ടിരുന്നു, പതുക്കെ പതുക്കെയാണ് തൗഹീദ് എത്തിയത്. അത് തെളിവ് ഖുർആനിലെ ആയത്താ പറയുന്നത്. ഞാൻ ആയത്ത് ഓതി കേൾപ്പിക്കാം. അല്ല എഴുതിയത്, ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ ഫലമ്മാ റഅൽ ഖമറ ബാസിഗൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ഇല്ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാല്ലീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജനത മൊത്തം മുശ്രിക്കുകളായിരുന്നു, ബഹുദൈവവിശ്വാസികളായിരുന്നു. അദ്ദേഹം തന്ത്രപരമായി ശാസ്ത്രീയമായി ഒരു തൗഹീദിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പല ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് അദ്ദേഹം പറയുന്നത്, ഖുർആൻ പറയുന്നത്, ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബൻ, രാത്രിയായപ്പോൾ നക്ഷത്രങ്ങൾ തെളിഞ്ഞു വന്നു ആകാശത്ത്. ഖാല ഹാദാ റബ്ബി, ആളുകൾ ചോദിച്ചത് ഇതാണ് എൻ്റെ റബ്ബ് കേട്ടോ, നല്ല തിളങ്ങുന്ന നക്ഷത്രം, അതാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു. കാലത്തായപ്പോഴേക്ക് നക്ഷത്രം അസ്തമിച്ചു. ഫലമ്മാ അഫല, നക്ഷത്രം അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ, അസ്തമിച്ചു പോകുന്ന, കാണാതെ പോകുന്ന ആളുകളെ ഞാൻ ദയവായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ആളുകൾ ചിന്ത കൊണ്ടുവരികയാണ്. പിന്നീട് ഖുർആൻ പറയുന്നു, ഫലമ്മാ റഅൽ ഖമർ ബാസിഗൻ ഖാല ഹാദാ റബ്ബി, പിറ്റേ രാത്രി ചന്ദ്രൻ പൂർണ്ണ തെളിമയോടുകൂടി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല ഇന്നലെ നക്ഷത്രം അബദ്ധാണ്, ഇതാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു. ഫലമ്മാ റഅൽ ഖമർ ഫലമ്മാ അഫല ഖാല ഇല്ലം യഹ്ദിനി റബ്ബി, ആ ചന്ദ്രനും അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാല്ലീൻ, ഞാൻ വഴി തെറ്റിയ ജനങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടവും. ഇതൊന്നും റബ്ബല്ല, ഇതൊക്കെ അസ്തമിച്ചു പോകണം, ഇതൊന്നും റബ്ബാക്കാൻ പറ്റില്ല, ദൈവമാകാൻ പറ്റില്ല, ഇലാഹാൻ പറ്റില്ല, അള്ളാഹു ആകാൻ പറ്റില്ല. പിന്നീട് വീണ്ടും തീർന്നില്ല. ഫലമ്മാ റഅ അശ്ശംസ വാസിഗതൻ ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ, പിന്നീട് സൂര്യൻ ജ്വലിച്ചുയർന്നു വന്നപ്പോൾ അദ്ദേഹം ഒരു കാലത്ത് പറഞ്ഞു, ഹാദാ റബ്ബി, ഇതാൻ്റെ റബ്ബ്, ഹാദാ അക്ബർ, വലിയ പടച്ചവനാണ്, ഭയങ്കര സൂര്യനല്ലേ. ഫലമ്മ അഫലത്ത്, അതും അസ്തമിച്ചു പോയപ്പോൾ ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, എൻ്റെ ജനങ്ങളെ, ഇങ്ങനെ അപ്രത്യക്ഷമാകുന്ന, നിരന്തരം നമ്മൾ നിരീക്ഷിക്കാൻ കഴിയാത്ത ഇത്തരം ദൈവങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ ശിർക്കിൽ ഞാൻ മുക്തനാണ്, ഈ ശിർക്ക് ഞാൻ അംഗീകരിക്കുന്നില്ല. ഏകദൈവവിശ്വാസം അപ്പുറത്തുണ്ട്. ഇതെല്ലാം സൃഷ്ടിച്ച രാജാതിരാജനായ സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല, അവനെ നിങ്ങൾ അംഗീകരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ഇലാഹ്. അതാണ് തൗഹീദ് എന്ന് പഠിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആദ്യം നക്ഷത്രത്തിന് റബ്ബാന്ന് പറഞ്ഞില്ലേ, പിന്നെ ചന്ദ്രൻ റബ്ബാണെന്ന് പറഞ്ഞില്ലേ, പിന്നെ സൂര്യൻ റബ്ബാണെന്ന് പറഞ്ഞില്ലേ. ഇവരെ ബുദ്ധിപരമായി തൗഹീദിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ആവിഷ്കരിച്ച ഒരു ആശയമാണ്. ഖുർആന്റെ തഫ്സീറുകളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അബുൽ അല മൗദൂദി പറയുന്നത് കേൾക്കണോ? അയാൾ പറയുന്നു, ഇന്ന ഹാദിഹിൽ മനാസില ഷിർക്കിയ, ഇങ്ങനെ ഷിർക്കിൽ ചെന്നുപെടുന്ന ഘട്ടങ്ങൾ. ഇപ്പൊ ചന്ദ്രനാണ് ആദ്യം, നക്ഷത്രമാണ് ദൈവം എന്ന് പറഞ്ഞൊരു ഘട്ടം ഇബ്രാഹിം നബിക്കുണ്ട്. പിന്നെ ചന്ദ്രനാണ് ദൈവം എന്ന് പറഞ്ഞ ഘട്ടമുണ്ട്. പിന്നെ സൂര്യനാണ് ഘട്ടമുണ്ട്, ദൈവം എന്ന് പറഞ്ഞ ഘട്ടമുണ്ട്. ഇത്തരം ഘട്ടങ്ങൾ, ഷിർക്കിന്റെ ഘട്ടങ്ങൾ, ലാ ബുദ്ദ മിൻഹാ ത്വാലിബിൽ ഹഖി, ഒരു സത്യം അന്വേഷിക്കുന്ന സത്യാന്വേഷകൻ അത് കൂടാതെ കഴിയില്ല. അങ്ങനെയൊക്കെ തെറ്റിൽ പെട്ടുപെട്ടു പോകും, ഷിർക്കപ്പെട്ടു പോകും. ഖബല വസൂല തൗഹീദ്, തൗഹീദിലേക്ക് എത്തുന്നതിന് മുമ്പ് അങ്ങനെ ഷിർക്കൊക്കെ വരും. ലാ ഇബ്രത്തൽ, അത് പരിഗണിക്കേണ്ട. വൽ ഇബ്രത്തുൽ ഖവാത്തിം, ആഖിബത്ത് നന്നായില്ലേ നോക്കിയാൽ മതി. അവസാനം മൂപ്പർ തൗഹീദിക്ക് വന്നിട്ടുണ്ടല്ലോ, ഇത് നോക്കിയാൽ മതി. എത്ര അപകടകരമായ ആശയമാണ് അദ്ദേഹം വെച്ച് പുലർത്തുന്നത്. ഇത്തരത്തിൽ അപകടകരമായ ഒരുപാട് അബദ്ധങ്ങൾ, അടിസ്ഥാനപരമായ തന്നെ അബദ്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശയത്തിലുണ്ട്. പക്ഷെ ജമാഅത്തെ ഇസ്ലാം ഒരു കേഡർ പാർട്ടി എന്നുള്ള എല്ലാം തുറന്നു പറയില്ലെന്ന് മാത്രം. അതിലകപ്പെട്ടു പോയാൽ നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോവും, ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഇങ്ങനെ അബദ്ധങ്ങൾ വരാൻ ഒന്ന് ഹിദായത്തിൻ്റെ കുറവ്, മറ്റൊരു പ്രധാന കാരണം വെച്ചാൽ അബുൽ അല മൗദൂദിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ മതപരമായി കൂടുതൽ പഠിച്ചിട്ടില്ല. മതപരമായി പഠിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയ 17-ാമത്തെ വയസ്സിൽ അദ്ദേഹം പഠനം നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. വാപ്പാക്ക് സുഖമില്ലാതെ കുറച്ച് വർഷങ്ങളോളം കിടപ്പായപ്പോൾ വാപ്പാനെ പരിചരിക്കേണ്ടി വന്നു. പിന്നെ ജോലി ഒരു പത്രത്തിൽ എഡിറ്ററായി ചേർന്നു. കാരണം പത്രത്തിൽ എഡിറ്ററാൻ പറ്റും, നല്ല ഭാഷ, ഉറുദുവിൽ നല്ല കഴിവാണ്. മതപരമായി കൂടുതൽ പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അറബി ഭാഷ പോലും കൃത്യമായിട്ട് അറിയില്ല. അറബി അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് റബ്ബേ ഖുർആനും ഹദീസും മനസ്സിലാക്കാൻ സാധിക്കുക? ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് വേണ്ടേ? ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ പ്രമുഖരായ ആളുകൾ ഇതിಗೆ സത്യം പറഞ്ഞുതരാം. ഇദ്ദേഹത്തിന് അടിസ്ഥാനപരം പഴവിൻ്റെ അത് കാരണം. ഇദ്ദേഹത്തെക്കുറിച്ച് അറിയപ്പെട്ട പാകിസ്ഥാന്റെ പ്രമുഖ മതപണ്ഡിതനും ഇസ്ലാമിയ കോളേജ് മേധാവിയും അവിടുത്തെ ഷെയ്ഖുൽ ഹദീസുമായ യൂസുഫ് ബിൻ നൂരി തൻ്റെ ഉസ്താദ് അൽ മൗദൂദി എന്ന കിതാബിൽ പറയുന്നു, ലാ യുജിദുൽ ലുഗത്തുൽ അറബിയ, പാകിസ്ഥാൻ തന്നെ എഴുതുന്നത്,
അദ്ദേഹത്തിന് അറബി ഭാഷ നന്നായിട്ട് അറിയില്ല. ലാ ഖിതാബത്തൻ പ്രസംഗിക്കാൻ അറിയില്ല, വല കിതാബത്തൻ എഴുതാനും അറിയില്ല, വല ഖിറാഅത്തൻ വായിക്കാനോ അറിയില്ല. കൃത്യമായി വായിച്ച് മനസ്സിലാക്കാനോ പ്രസംഗിക്കാനോ സംസാരിക്കാനോ അറബിയിൽ അറിയാത്ത മൗലവിയാണ് നമ്മുടെ ഈ അബുൽ അല മൗദൂദി എന്ന് മാത്രമല്ല അദ്ദേഹം പറയും വകുല്ലുമാലഹമിൻ താലിഫിഹിൽ അറബിയ. എന്നാൽ അറബിയിൽ അദ്ദേഹത്തിന് ഒരുപാട് രചനകളുണ്ട്. ഇതൊക്കെ ഫഹോ മുത്തർജമിൻ ഉറുദുവിയ, ഉറുദുവിൽ ട്രാൻസ്ലേറ്റ് ചെയ്താണ്. അതൊക്കെ നിർവഹിച്ചത് അഷെയ്ഖ് മസ്ഊദ് ആലം അൻ നദവി വ തലാമീദുഹു. മസൂദ് ആലം അൻ നദവിയും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളുമാണ് ഇതൊക്കെ അറബിയിലേക്ക് വിവർത്തനം ചെയ്ത് കൊടുത്തത്. യൂസുഫ് ബിൻ നൂരിൻ്റെ പുസ്തകത്തിൻ്റെ പേജ് നമ്പർ 15 ഇക്കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല അബുൽ അല മൗദൂദുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പാകിസ്ഥാനിലെ പ്രമുഖമായ ഒരു പത്രം അൽ അറബി മാഗസിനിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത് ഇന്ന മുസീബത്ത് മൗലാന അൽ മൗദൂദി, നമ്മുടെ മൗദൂദിക്ക് പറ്റിയ ഏറ്റവും വലിയ ആപത്ത് അതും മാരിഫത്തി ലോകത്തിൽ അറബിയ, അറബി ഭാഷ അറിയില്ല എന്നതാണ്. അറബി പഠിക്കാൻ അദ്ദേഹം താല്പര്യവും കാണിച്ചത്. അറബി അറിയാതെ പറഞ്ഞിട്ടില്ല മനുഷ്യൻ വഴി തെറ്റിപ്പോകും, ഇങ്ങനെ ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കാൻ പോലെ. ഇത് അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ടാണ് ഈ പുതിയ ആശയങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതാ മൂപ്പർക്ക് തെറ്റുപറ്റിയത്. ഇതേ കിതാബിൽ അദ്ദേഹം പറയുന്നു, മറ്റൊരാശയം പറയുന്നു, മറത്തൻ ഫി ദിമഷ്ക് അൽഖ മഖാലത്തുഹു ഫിൽ ലുഗത്തിൽ ഉർദുവിയ. ഒരിക്കൽ ഡമസ്കസിൽ വെച്ച ഒരു അന്താരാഷ്ട്ര ഇസ്ലാമിക് കോൺഫറൻസിൽ ഇയാൾ വലിയ ചിന്തകനാണെന്ന് അറിയപ്പെട്ട ലോകത്ത് അദ്ദേഹത്തെ ക്ഷണിച്ചു, ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. പക്ഷേ പ്രബന്ധം അവതരിപ്പിച്ച ഫിൽ ലുഗത്തിൽ ഉർദുവിയ, ഉറുദു ഭാഷയിലാണ്. അൽ ഉസ്താദ് അബുൽ ഹസൻ അൽ നദ്വി ബി തർജുമത്തിഹിൽ അറബിയ. അപ്പോൾ കോൺഫറൻസിൽ പങ്കെടുത്ത ആളുകൾ അബുൽ ഹസൻ നദ്വി ഇന്ത്യക്കാരനാണ്, അദ്ദേഹത്തോട് ഇത് അറബിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിച്ചത്. മറ്റൊരു സംഭവം ഞാൻ പറയാം. മൗലാന കെ അബൂബക്കർ ഹസ്രത്ത് സമസ്ത കേരള ജമീയുടെ മുൻ അധ്യക്ഷനാണ്. എൻ്റെ അഭിവന്ദനായ ഗുരുവരനെ പട്ടിക്കാട് ജാമിയ നൂരിയയിലെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തു നഈമിൽ അവരുടെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം ജാമിയ നൂരിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ പട്ടിക്കാട് ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഞങ്ങൾ ഹജ്ജിന് പോയപ്പോൾ ലോകത്തെ വിവിധ പണ്ഡിതന്മാർക്ക് അറബിയിലെ മതകാര്യ വകുപ്പ് ഒരു സ്വീകരണം ഏർപ്പെടുത്തി ഹജ്ജിനോടനുബന്ധിച്ച്. അപ്പോൾ ഞാൻ ക്ഷണിക്കപ്പെട്ടിരുന്നു. ആ കൂട്ടത്തിൽ അബുൽ അല മൗദൂദി ഉണ്ടായിരുന്നു. എല്ലാവരും ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അറബിയിൽ പ്രസംഗിച്ചു. അബുൽ അല മൗദൂദി ഉറുദുവിൽ പ്രസംഗിച്ചു. എന്നിട്ട് വേറൊരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. മറ്റൊരു സംഭവം പറയാം. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനുണ്ട് കെ ഉമർ മൗലവി വെളിയങ്കോട്, മരണപ്പെട്ടു പോയി. അദ്ദേഹം എൻ്റെ അനുഭവം എഴുതി വെച്ചിട്ടുണ്ട്. 1956 ഞാൻ ഹജ്ജിന് പോയപ്പോൾ സൗദി മതകാര്യ വകുപ്പ് ഇതുപോലെ സ്വീകരണം ഒരുക്കി ലോകത്തെ അറിയപ്പെട്ട പണ്ഡിതന്മാർക്ക്. ആ സ്വീകരണത്തിൽ ഞാൻ പങ്കെടുത്തു. അബുൽ അല മൗദൂദി ഞങ്ങളൊക്കെ അറബിയിൽ നന്ദി പറഞ്ഞപ്പോൾ അദ്ദേഹം ഉറുദു ഭാഷയിലാണ് നന്ദി പറഞ്ഞത്. അത് പിന്നെ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. മറ്റൊരു സംഭവം ഞാൻ നേരിട്ട് എൻ്റെ അനുഭവം പറയാം. 2003 ഡോക്ടർ യൂസുഫുൽ ഖർലാവി കോഴിക്കോട് സന്ദർശിച്ചു. ജമാഅത്തെ ഇസ്ലാമിനെ കൊണ്ടുവന്നത്. യൂസുഫുൽ ഖർലാവി കേരളത്തിലെ പണ്ഡിതന്മാർക്ക് താല്പര്യരായ ആളുകൾ പ്രത്യേകം ക്ഷണിച്ചിട്ട് ഒരു മുഖാമുഖം അവസരം ഒരുക്കിയിരുന്നു. ആ മുഖാമുഖ അവസരത്തിൽ വിനീതിന് പങ്കെടുത്തിരുന്നു. അങ്ങനെ ആ പങ്കെടുത്ത് ചോദ്യം ഉത്തരമൊക്കെ അദ്ദേഹം പറഞ്ഞു. അത് ബന്ധപ്പെട്ട് പ്രബോധനത്തിൽ അത് സംബന്ധിച്ച വിശദീകരണം വന്നു. വിശദീകരണം എങ്ങനെ വന്നു വെച്ചാൽ യൂസുഫുൽ ഖർലാവിയുള്ള അഭിമുഖം വന്നു. ഈ അഭിമുഖത്തിൽ പ്രബോധനത്തിൽ എഴുതിയിട്ടുണ്ട്, യൂസുഫുൽ ഖർലാവി ഇദ്ദേഹത്തിൻ്റെ ഭാഷാപരമായ കഴിവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അബുൽ അല മൗദൂദിയുമായി 2-3 തവണ നേരിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ അറബിയിൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് ഞങ്ങളുടെ കൂടെയുള്ള ഖലീൽ ഹാമിദി അദ്ദേഹം ഉറുദുവിൽ സംസാരിക്കും. എനിക്ക് ഉറുദുവിലാണ് സംസാരിക്കാൻ സൗകര്യം എന്ന് ഉറുദുവിൽ സംസാരിക്കുകയും ഖലീൽ ഹാമിദി അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു ദ്വിഭാഷയായി. അങ്ങനെയാണ് സംസാരം തുടർന്നുകൊണ്ടിരുന്നത്. ഇതൊരു വസ്തുത. അദ്ദേഹത്തിന് അറബി അറിയില്ല, അതോടൊപ്പം അറബി ഭാഷയിൽ അറിയാത്തത് കൊണ്ട് കൂടുതൽ പഠിക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് നല്ല ബുദ്ധിയുള്ള ആളാണ്. സ്വതന്ത്രമായി ഖുർആനും ഹദീസിനും ഗവേഷണം നടത്തി ഒരു പുതിയ ചിന്താധാര, രാഷ്ട്രീയ നേതൃത്വം പിടിച്ചടക്കാനുള്ള ഒരു ആശയവുമായിട്ട് അദ്ദേഹം രംഗത്ത് വന്ന ഏറ്റവും വഴിതെറ്റിപ്പോയ ബിദ്അഈ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതിൻ്റെ ഭാഗമാണ് ഈ സക്കാത്ത് വിഷയമൊക്കെ. ഇപ്പോൾ സക്കാത്ത് നടന്ന് പിരിക്കുക. സുബ്ഹാനല്ലാഹ്, സക്കാത്ത് ജമാഅത്തെ ഇസ്ലാം പിരിക്കുന്നത് അവരെന്നെ പറയുന്നുണ്ട്. അവരെ സക്കാത്ത് അവരുടെ പ്രാദേശിക ബൈത്തുൽ മാലിലാണ് കൊണ്ടുവന്ന് നിക്ഷേപിക്കുക. പ്രാദേശിക ബൈത്തുൽ മാലി ആവശ്യമാകുന്ന ഘട്ടത്തിൽ കേന്ദ്ര ബൈത്തുൽ മാലിൽ അതിൻ്റെ അമീർ ലയിപ്പിക്കും. ഈ കേന്ദ്ര ബൈത്തുൽ മാലിൽ സംഘടനാ പ്രവർത്തനം ഫണ്ട് എടുക്കുക. അവരുടെ മുഷാവറ നദ്വി ഷൂറയിലെ അംഗം തന്നെയായിരുന്ന മൂസ നദ്വി അടുത്ത് എഴുതി, ഞങ്ങളൊക്കെ മീഡിയ വൺ ചാനലിനും അതുപോലുള്ള മാധ്യമ പത്രത്തിനൊക്കെ നല്ല സംരംഭമല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ സക്കാത്തിൻ്റെ ഫണ്ടാണ് കൊടുത്തത്. എന്നുവെച്ചാൽ ഈ സക്കാത്തിൻ്റെ ഫണ്ട് പടച്ചോനെ ഖുർആനിൽ വിശദമായി പറയും, 8 വിഭാഗത്തിനെ സക്കാത്ത് പറ്റൂ. അള്ളാൻ്റെ പള്ളിക്ക് പോലും നിങ്ങൾ സക്കാത്ത് കൊടുത്താൽ വീടൂല.
മദ്രസക്ക് സക്കാത്ത് കൊടുത്താൽ വീടൂല, വേറെ ആർക്ക് കൊടുത്താലും സക്കാത്ത്, റോഡ് വെട്ടാൻ സക്കാത്ത് കൊടുത്താൽ വീടൂല, പാവപ്പെട്ട ഒരു കിണർ കൊടുക്കാൻ സക്കാത്ത് കൊടുത്താൽ വീടൂല. അത് 8 വിഭാഗമുണ്ട്. 8 കുറഞ്ഞ വിഭാഗങ്ങൾ ഇപ്പൊ നമുക്ക് കേരളത്തിൽ ലഭ്യമുള്ളൂ. ഈ ഫക്കീർ മിസ്കിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, അവർക്കല്ലാതെ ആർക്ക് കൊടുത്താലും പറ്റില്ല. ഖുർആൻ പറയാം ഫരീദത്തൻ മിനല്ലാഹ്, അത് അള്ളാഹു നിശ്ചയിച്ചതാണ്, അതിലൊരു ചേഞ്ച് വരുത്താൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഈ സക്കാത്ത് മുസ്ലിം സമൂഹത്തിന്റെ സക്കാത്ത് സംഘടിപ്പിച്ചുകൊണ്ട് സുരക്ഷിതമായി ചെലവഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക്, പാർട്ടി ക്യാമ്പുകൾക്ക്, ഡോക്ടർമാർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരുടെ ഈദ് മീറ്റുകൾക്ക്, പരിപാടികൾക്ക് മൊത്തം സക്കാത്തിന്റെ ഫണ്ട്, പത്രത്തിന്റെ നടപ്പിന്, ചാനലിന്റെ നടത്തിപ്പിന്, ഇതിനൊക്കെ ഈ ഫണ്ട് എടുത്തുകൊണ്ട് വിനിയോഗിക്കുന്ന ക്രൂരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഞാൻ സൂചിപ്പിച്ചത് ഇതുപോലുള്ള ബിദഈ പാർട്ടികളുടെ തനിനിറം മുസ്ലിം സമൂഹത്തെ സമസ്ത ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇതിനപ്പുറം സമസ്തവും ചെയ്തിട്ടില്ല. ഇത് ചെയ്യരുത് പറഞ്ഞാൽ പറ്റില്ല. സമസ്ത രൂപീകരിച്ച അതിനാണ്. ഏതൊക്കെയാണോ കള്ളനാണയങ്ങൾ അതിന്റെ യഥാർത്ഥ മുഖം മുസ്ലിം സമൂഹത്തിന് തുറന്ന് കാണിച്ചു കൊടുത്ത് നമ്മളൊക്കെ സുന്നിയായത്. ഈ സുന്നത്യമായി നിലനിൽക്കണം. അടുത്ത തലമുറയും സുന്നത്യമായിട്ട് വളരണം. ഈ തലമുറ മാറി 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 യൗമുൽ ഖിയാമത്ത് വരെ കേരളത്തിൽ ഇത്രയും കാലം ഭദ്രമായി കാത്തു സൂക്ഷിച്ച സുന്നത്ത് ജമാഅത്തിനെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം. ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പൂർവികർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതുകൊണ്ട് നമ്മളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ വാഹകരും പ്രചാരകരുമായി മാറി. അതുപോലെ സമസ്ത മാത്രമാണ് ഈ കാര്യത്തിൽ കാര്യമായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. അതിന്റെ 100ാം വാർഷികം സമുചിതമായി ആഘോഷിക്കാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ഈ ഒരു കൊല്ലക്കാലത്തെ പ്രധാന പ്രവർത്തനവുമായി സമസ്തയുടെ ആദർശം, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ബിദ്അത്തുകളുടെ തനിനിറം തുറന്നു കാണിക്കാനും വ്യാജ സിദ്ധന്മാരെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഇസ്ലാമിന്റെ ഒറിജിനാലിറ്റി കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാനും നമുക്കൊക്കെ സാധിക്കട്ടെ. തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.